അതിൽ SIR ഇമ്പാക്ട് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ കാത്തു നിന്ന് പോളിംഗ് ബൂത്തുകളെ കഷ്ടപ്പാട് സഹിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ ഒരു തീരുമാനമാണ്, ഒന്നുകിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ വികസന തുടർച്ചയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റി ഇൻകുംബൻസി സർക്കാരിനെ പുറത്താക്കൽ. രണ്ടിലൊന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് മെയ് 4-ാം തീയതി അറിയാം. സ്ഥാനത്ത് വെച്ചുകൂടി അത് മെയ് 4-ാം തീയതി അറിയട്ടെ. പക്ഷേ ഇത്രയധികം ദേശീയ നേതാക്കൾ വന്നൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി ശരിയാണ്, മറ്റേ എന്താണ് പോമോനെ വിജയൻ ഡാഷ്മോനൊക്കെ ഉണ്ടായെങ്കിലും ഒരു DCC അധ്യക്ഷനെ പോലെ ഇവിടെ പ്രവർത്തിച്ചു. സച്ചിൻ പൈലറ്റ് ഇവിടെ തിരുവനന്തപുരത്തെ നേമൻ ഷജീറിനെ പോലെ തമ്പാനൂർ വന്ന് ബസ് സ്റ്റാൻഡിലും വെങ്ങാനൂരും ഒക്കെ വിയർത്തൊലിച്ച് നിന്നു. 10 പേരോട് ചെറിയ യോഗത്തിലൊക്കെ ആരാ DK ശിവകുമാറോട് ഘോരഘോരം പ്രസംഗിച്ചു. സിദ്ധരാമയ്യ അടക്കം വന്നുപോയി. അതിനേക്കാളൊക്കെ പ്രധാനം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒറ്റ സ്ഥാനാർത്ഥി പണമില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ല. KPS പണം മാത്രമല്ല. അപ്പോൾ ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിനെ അത്രയധികം സീരിയസ് ആയി കണ്ടു. അവിടെയും ഒരു കേസിക്ക് ഒരു പണത്തൂക്കം മുന്നിൽ ചാൻസ് ഉണ്ടോ ഹൈക്കമാൻഡ് ഇടപെടലിൽ? ചാൻസ് വെച്ചുകൂടി പണമില്ലാതെ ബുദ്ധിമുട്ടിയ കോൺഗ്രസിൻ്റെ അല്ല, പക്ഷേ UDFൻ്റെ ഒരു പ്രമുഖ നേതാവ് പാലായിൽ മാണി സി കാപ്പനാണ്. അത് ഒഴിച്ചാൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും പണത്തിന് വലിയ ക്ഷാമം അനുഭവിച്ചില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വേണുഗോപാൽ ഇങ്ങനെ പലതരത്തിൽ, അതായത് അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും ഇതുപോലെ പണം കൈയഴിച്ച് ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ അനുവദിക്കുന്നതിലുമൊക്കെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ആകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. ഈ 1995-ൽ AK ആൻ്റണി പറന്നിറങ്ങി, അന്ന് അദ്ദേഹം ഒരു ചാർട്ടേഡ് വിമാനത്തിൽ പറന്നിറങ്ങി ഇവിടെ മുഖ്യമന്ത്രി ആയതാണ് പലരും ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തിരൂരങ്ങാടിയിൽ മത്സരിച്ച് ലീഗിൻ്റെ സീറ്റിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. ആ ഒരു പരിസ്ഥിതി അല്ല ഇപ്പോൾ കേരളത്തിൽ. അന്ന് ഉമ്മൻചാണ്ടിയും K കരുണാകരനും 2 വശത്തായിട്ട് നിന്ന് ഒരു വർഷം നീണ്ട ഒരു വലിയ പടയോട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ വലിയ ഒരു ചെളിവാരിയെറിയലിന് ശേഷം, അന്ന് ഉമ്മൻചാണ്ടിക്ക് ആ സമയത്ത് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാകേണ്ടത്. പക്ഷേ ഇത്രയും മോശം രീതിയിൽ സ്വന്തം മുഖ്യമന്ത്രിയെ കരിവാരിത്തേച്ച ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും ആ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം പക്ഷപാതിയായി പോയതുകൊണ്ട് ഈ സെയിൻറ്റ് ആൻ്റണി, അന്തോണീസ് പുണ്യാളൻ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കി ഈ ഉമ്മൻചാണ്ടിയും കൂട്ടരും തന്നെ ഉണ്ടാക്കി കൊടുത്ത ആ ഇമേജിൻ്റെ ബലത്തിൽ 1995-ൽ AK ആൻ്റണി ഇവിടെ പറന്നിറങ്ങി മുഖ്യമന്ത്രിയായി. അതുപോലെ ഇപ്പോൾ ഈ KC വേണുഗോപാൽ ആ തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഇമേജ് ഉണ്ടോ? അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ, സാധാരണ ഈ കോൺഗ്രസിൻ്റെ സാധാരണ താഴെ തട്ടിലുള്ള പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ പഴയ കമ്മീഷണർ സിനിമയിലെ രതീഷിൻ്റെ മോഹൻ തോമസോ അതുപോലെയുള്ള അല്ലെങ്കിൽ പഴയ സിനിമയിലൊക്കെ ഈ ന്യൂഡൽഹി മുതൽ ഇന്ദ്രപ്രസ്ഥം വരെ ദേവൻ അവതരിപ്പിച്ച പല രാഷ്ട്രീയ കഥാപാത്രങ്ങളും ഉണ്ട്. ഈ രഞ്ജി പണിക്കരുടെ, രഞ്ജിത്തിൻ്റെ, അതുപോലെ അങ്ങനെ ജോഷിയുടെയൊക്കെ സിനിമകളിൽ. അതുപോലെ ഒരു ഇമേജുള്ള KC വേണുഗോപാൽ എങ്ങനെയാണ് ഈ PR പ്രവർത്തനം കൊണ്ട് AK ആൻ്റണിയുടെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഇമേജ് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? അതല്ല, ഇപ്പോഴത്തെ കാലത്ത് പണം എന്ന കറൻസി മാത്രമാണ് ഈ പിണറായി വിജയൻ്റെ PR പോലെ ആ ഒരൊറ്റ കറൻസിയിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ജനം പക്ഷേ ഈ ആലപ്പുഴയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ നോക്കുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കും എന്ന് കോൺഗ്രസ്സുകാർ ചിന്തിച്ചാൽ മതി. പണം എന്ന ഒറ്റ കാര്യത്തിൽ ഇവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് പറന്നിറങ്ങാനോ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഹാഷ്മി ആദ്യത്തെ വട്ടം എന്നോട് ഹാഷ്മി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആരായിരിക്കും ഏറ്റവും നല്ല മുഖ്യമന്ത്രി? അത് ആ ഒരു നിർണയത്തിൽ ഒരു കാര്യം കൂടി, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിനപ്പുറം ഒരു ഘടകം വളരെ നിർണായകമാണ്. ഈ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് തിരിച്ചു വരണം. കോൺഗ്രസിന് ഇപ്പോൾ ഇത്തവണ കിട്ടിയിരിക്കുന്നത് ന്യൂനപക്ഷ കൺസോളിഡേഷൻ, ന്യൂനപക്ഷ ഏകീകരണത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണിത്. അങ്ങനെ എല്ലാ തവണയും ജയിക്കാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിൽ, ഈവൻ കർണാടകയിൽ പോലും ഇതുപോലെ ന്യൂനപക്ഷ ഏകീകരണത്തിൽ മാത്രമാണ് ജയിക്കുന്നത്. കേരളത്തിൽ UDFൻ്റെ ഒരു ഘടന അങ്ങനെയല്ല. ക്രിസ്ത്യൻ, നായർ, മുസ്ലിം എന്ന 3 കമ്പോണൻ്റ് ഇതിൻ്റെ അകത്തുണ്ട്. ഈ 3 ഘടകങ്ങളും വർക്കൗട്ട് ആയാൽ മാത്രമേ കോൺഗ്രസിന് 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ ജയിക്കാൻ പറ്റുള്ളൂ. 10 വർഷം കഴിഞ്ഞാൽ പോലും ഇതുപോലെ ന്യൂനപക്ഷ ഏകീകരണം നടക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇവിടെ BJP ഒരു ശക്തമായിട്ട് വന്നാൽ ഒരു വർഷത്തെ ന്യൂനപക്ഷത്തിൻ്റെ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് അധപതിക്കാൻ പാടില്ല. ഇവിടെ കോൺഗ്രസ് എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ഒരു മഴവിൽ സഖ്യത്തിൻ്റെ ഒരു പാർട്ടിയായിരിക്കണം കോൺഗ്രസ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കോൺഗ്രസിനെ തിരുവനന്തപുരത്ത്
ശക്തിപ്പെടുത്താൻ ഇനിയിപ്പോൾ കെ മുരളീധരന് പറ്റുമെങ്കിൽ കെ മുരളീധരന് മുഖ്യമന്ത്രിയാകാം. അല്ലാതെ ഈ പറയുന്ന ആൾക്കാർ മാത്രം ആവണമെന്നില്ലല്ലോ. വട്ടിയൂർക്കാവ് പോലെ ഒരു ടഫ് സീറ്റിൽ മത്സരിച്ച കെ മുരളീധരന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല? കേരളത്തിന്റെ ഒറിജിനൽ ഹിന്ദു ഹൃദയ സമ്രാട്ടായിട്ടുള്ള കെ കരുണാകരന്റെ മകനല്ലേ? അദ്ദേഹത്തിന് KPCC അധ്യക്ഷനായിട്ട് 3 വർഷം പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും നല്ല അധ്യക്ഷനായിരുന്നില്ലേ? അപ്പോ ഇത് അങ്ങനെ ഒരു പേരിലേക്ക് ചുരുക്കേണ്ട. ഒരു പേരോട് സംഭാവന ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പണത്തിന്റെ കാര്യം പറഞ്ഞത് ഇതെല്ലാം വേണമല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കണമെങ്കിൽ വലിയ പ്രൊപ്പഗണ്ടയോട് നേരിട്ട് നിൽക്കാൻ സ്ഥാനാർത്ഥിക്ക് പണം ആവശ്യമുണ്ട്. ആ പണം പ്രധാനമാണ്, ദേശീയ നേതാക്കൾ പ്രധാനമാണ്, ഈ പറഞ്ഞ VDയെ പോലെ ക്രെഡിബിൾ മുഖം പ്രധാനമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ജയം സാധ്യമാവുന്നെങ്കിൽ ജയം സാധ്യമാവുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.